ഹലോ ഫ്രണ്ട്സ്, ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. കേരളത്തിലും ഈ പോസ്റ്റിലേക്ക് വാക്കൻസി ഉണ്ടായിരിക്കുന്നതായിരിക്കും. MTS, സ്റ്റോർ കീപ്പർ, ഫയർമാൻ, ഫിറ്റർ, പെയിൻറ്റർ, ഡ്രൈവർ, ലാസ്കാർ അങ്ങനെ നിരവധി പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തപാൽ വഴി അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായ യുവക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്, വിദ്യാഭ്യാസ യോഗ്യത, ഏജ് ലിമിറ്റ്, സാലറി, എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയ വിവരങ്ങൾ നോക്കാം. കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവക്കൾക്ക് വേണ്ടി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നിരവധി തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്, വിദ്യാഭ്യാസ യോഗ്യത, ഏജ് ലിമിറ്റ്, സാലറി തുടങ്ങിയ വിവരങ്ങൾ നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് എഞ്ചിൻ ഡ്രൈവറാണ്. ഈ പോസ്റ്റിലേക്ക് 5 വാക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതകളായി വരുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ അനുബന്ധ മേഖലയിലെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. 25,400 രൂപയായിരിക്കും ഈ പോസ്റ്റിലേക്ക് സാലറിയായി ലഭിക്കുക. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഈ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റായി വരുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് സറാങ് ലാസ്കറാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയായി വരുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ സറാങ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അനുബന്ധ മേഖലയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. 25,400 രൂപയായിരിക്കും ഈ പോസ്റ്റിലേക്ക് മന്ത്ലി സാലറിയായി ലഭിക്കുക. ഈ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് ഫയർ എഞ്ചിൻ ഡ്രൈവറാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയായി വരുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. 21,700 രൂപയായിരിക്കും ഈ പോസ്റ്റിലേക്ക് മന്ത്ലി സാലറിയായി ലഭിക്കുക. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഈ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് ഫയർമാൻ ആണ്. ഈ പോസ്റ്റിലേക്ക് 53 വാക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 19,900 രൂപയായിരിക്കും ഈ പോസ്റ്റിലേക്ക് മന്ത്ലി സാലറിയായി ലഭിക്കുക. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയായി വരുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് ഈ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റായി വരുന്നത്. നിങ്ങൾ PSC പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവരാണോ? നിങ്ങളുടെ സ്വപ്ന ജോലി നേടുവാനുള്ള പരിശ്രമത്തിനാണോ നിങ്ങൾ എങ്കിൽ ഇതാ നിങ്ങളുടെ PSC പഠനം തികച്ചും ആയാസരഹിതമാക്കുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അൺഅക്കാഡമി. പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ക്ലാസുകളാണ് അൺഅക്കാഡമി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അൺഅക്കാഡമിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടി ഒരു കോഴ്സ് അൺഅക്കാഡമിയിൽ നടക്കുന്നുണ്ട്. ദിശ എന്നാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത്. 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ കോഴ്സ് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുവാനായി ഞങ്ങളുടെ കോഡായ ASP10 എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി ലക്ഷ്യം എന്നൊരു കോഴ്സും 10th ലെവൽ എക്സാമിന് വേണ്ടി ആരംഭം എന്നൊരു കോഴ്സും അൺഅക്കാഡമിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന യുവക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ അൺഅക്കാഡമിയുടെ PSC കോഴ്സുകൾ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ കോഡായ ASP10 എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് സിവിലിയൻ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവറാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയായി വരുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും 2 വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂടാതെ മോട്ടോർ മെക്കാനിസത്തിൽ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. 19,900 രൂപയായിരിക്കും ഈ പോസ്റ്റിലേക്ക് മന്ത്ലി സാലറിയായി ലഭിക്കുക. 11 വാക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് മോട്ടോർ ട്രാൻസ്പോർട്ട് ഫിറ്റർ പോസ്റ്റിലേക്കാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയായി വരുന്നത് അനുബന്ധ മേഖലയിലുള്ള ITI ഡിപ്ലോമയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അല്ലെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ 2 വർഷത്തെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്കും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. 19,900 രൂപയായിരിക്കും ഈ പോസ്റ്റിലേക്ക് മന്ത്ലി സാലറി വരുന്നത്. 5 വാക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് ഈ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റായി വരുന്നത്.
അടുത്ത പോസ്റ്റ് വരുന്നത് സ്റ്റോർ കീപ്പർ ഗ്രേഡ് 2 ആണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് +2 അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ ഒരു വർഷത്തെ സെയിം ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആവശ്യമാണ്. 19,900 രൂപയായിരിക്കും ഈ പോസ്റ്റിലേക്ക് സാലറി ലഭിക്കുക. ഈ പോസ്റ്റിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് സ്പ്രേ പെയിന്റർ ആണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ അനുബന്ധ മേഖലയിലുള്ള ITI ട്രേഡിൽ അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ സെയിം ഫീൽഡ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ഈ പോസ്റ്റിലേക്ക് മന്ത്ലി സാലറി വരുന്നത് 19,900 രൂപയായിരിക്കും. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് ഈ പോസ്റ്റിന്റെ ഏജ് ലിമിറ്റായി വരുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് മോട്ടോർ ട്രാൻസ്പോർട്ട് മെക്കാനിക് ആണ്. ഈ പോസ്റ്റിലേക്ക് 19,900 രൂപയാണ് മന്ത്ലി സാലറി ലഭിക്കുക. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ 2 വർഷത്തെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ അനുബന്ധ മേഖലയിലുള്ള ITI ഡിപ്ലോമ ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് ലാസ്കർ ആണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ അനുബന്ധ മേഖലയുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. മന്ത്ലി സാലറി വരുന്നത് 18,000 രൂപയായിരിക്കും. ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. 18,000 രൂപയായിരിക്കും ഈ പോസ്റ്റിലേക്ക് മന്ത്ലി സാലറി ലഭിക്കുക. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് ഈ പോസ്റ്റിന്റെ ഏജ് ലിമിറ്റായി വരുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് അൺസ്കിൽഡ് ലേബറർ ആണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് മാത്രമാണ്, അല്ലെങ്കിൽ ITI. കൂടാതെ അനുബന്ധ ട്രേഡിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് ഈ പോസ്റ്റിലേക്ക് ഏജ് ലിമിറ്റായി വരുന്നത്. മേൽപ്പറഞ്ഞ പോസ്റ്റുകൾ എല്ലാം തന്നെ തപാൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി ജനുവരി 31, 2022 വരെയാണ്. ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു. മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതിയുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.